biggest fun destination. പൂരങ്ങളുടെ പൂരമെന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന്റെ ദിവസമാണ് ഇന്ന്. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് എന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഇലഞ്ഞിത്തറമേളം. കുടമാറ്റം വൈകിട്ട് നടക്കും. രേണുക രാജേന്ദ്രനും രഞ്ജിൽ രാജും പൂരനഗരിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം തുടങ്ങിയിരിക്കുകയാണ്. ഈ MS പറഞ്ഞ പോലെ കണിമംഗലം ശാസ്താവിന്റെ വരവ് കഴിഞ്ഞ കണിമംഗലം ശാസ്താവ് വടക്കുന്നതിന് വഴങ്ങി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി മറ്റു ഘടകപൂരങ്ങളെല്ലാം തന്നെ വന്നു പോകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ ഇലഞ്ഞിത്തറ മേളം, വടത്തിൽ വരവ് തുടങ്ങിയ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. നമുക്കറിയാം, വിശ്വപ്രസിദ്ധമായ കുടമാറ്റത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അല്ലേ രേണു? അതെ, തീർച്ചയായും MS. എന്തായാലും കുടമാറ്റം എന്ന് പറയുന്നത് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ഒരു സൗഹൃദത്തിന്റെ പേരിലുള്ള ഒരു ആവേശമാണ്. ജനങ്ങൾ അതിലൊരു മത്സര രീതിയിൽ മാറ്റുന്നു, ആവേശമാകുന്നു. പിന്നെ എന്താണ് മത്സരത്തിന്റെ ചുവടുവെപ്പുകൾ, അല്ലെങ്കിൽ ഈ ഇരു ടീമുകളും തിരുവമ്പാടി ആവട്ടെ പാറമേക്കാവട്ടെ ഈ കുടകൾ മാറ്റുമ്പോൾ ജനങ്ങൾ ഇന്നലെ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് തരുള്ളൂ. ഇനിയിപ്പോ അത് ഉപചാരം ചൊല്ലി പിരിയണ വരെ നമ്മള് ഫുൾ വൈബിലായിരിക്കും. അത് ഇനിയിപ്പോ ഈ കാണുന്ന സ്ഥലം ഇങ്ങനെ ആയിരിക്കില്ല. ഇന്ന് രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്നലെ തന്നെ തെക്കോട്ടുള്ള നട തുറന്നപ്പോ തന്നെ കണ്ടില്ല ഞങ്ങള് 10,000-കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അപ്പൊ പൂരത്തിന്റെ ഓരോ ഇവന്റുകളും ജനസഞ്ചയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോ പുരുഷാരെന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാര് മാത്രല്ല, ഈ ഇപ്പോ ഉള്ള പൂരങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ 3 പേരും പെൺകുട്ടികളാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീകളുടെ പങ്കാളിത്തം ഭയങ്കരമായിട്ട്. ഇപ്പോ ശാസ്താവിന്റെ വരവിൽ 2 വലന്തല കുട്ടിയത് 2 പെൺകുട്ടികളാണ്. അപ്പോ സ്ത്രീകൾ പണ്ടത്തെ പോലെയല്ല. പൂരത്തിലെ അതിഗംഭീരമായ രീതിയിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം. പണ്ട് തൃശ്ശൂർ പൂരത്തിന് പെണ്ണുങ്ങളെ കൊണ്ടുപോകാനൊക്കെ ആളുകൾക്ക് മടിയാണ്. അത് നിങ്ങൾ വരണ്ടെന്ന് പറയും. ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ വന്നു. ഇപ്പോ ഏത് തിരക്കിന്റെ ഇടയിലും ഇവിടെ പെൺകുട്ടികൾ കിടന്ന് നടക്കും. അവർക്കൊരു പ്രശ്നം ഉണ്ടാവാറില്ല, അവരെ ആരും ഉപദ്രവിക്കാറില്ല. അതൊക്കെ അവർക്ക് അതിനൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ഇത് വന്നു സ്ത്രീകൾക്കൊക്കെ. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതിഗംഭീരമായ രീതിയിൽ. സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ മിനിസ്റ്റർ കെ രാജനെ സംസാരിക്കേണ്ടത്. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു 10-600 സ്ത്രീകൾ ഒരുമിച്ച് നിർത്തി പൂരം കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ടി വരില്ല. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം വേണ്ടാന്ന് സ്ത്രീകൾ പറയും കുറച്ച് കഴിയുമ്പോൾ. കാരണം സ്ത്രീകൾക്ക് അതൊന്നൊരു പ്രശ്നമല്ല. കാരണം സ്ത്രീകൾക്ക് അതിനൊക്കെ നേരിടാനും അല്ലെങ്കിൽ എന്ത് വന്നാലും അതിനൊക്കെ അതിജീവിക്കാനൊക്കെ കുട്ടികൾക്ക് പറ്റും. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ തൃശ്ശൂർ ഏത് പൂരത്തിന്റെ മേളം ഉണ്ടാകുമ്പോൾ പണ്ടത്തെ പോലെയല്ല. പെൺകുട്ടികളും വന്ന് ഡാൻസ് ചെയ്യും. അത് ഭയങ്കര രസമല്ലേ? പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്യും. അപ്പൊ അത് അവരുടെ ആ ഒരു ഇത് പോയി. അവരുടെ പണ്ടത്തെ കാലത്തിന്റെ നിയന്ത്രണം എന്നൊക്കെ പറയുന്ന അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു. ശക്തൻ തമ്പുരാൻ പണ്ട് എല്ലാ അന്നത്തെ ആചാരങ്ങളെയും ലംഘിച്ച ആളാണ്. ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യം പറഞ്ഞാൽ പരമ്പരാഗത ആചാരങ്ങളെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വലിയ നാട്ടുപ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ ആചാരപ്രകാരം പൂരം സമയത്തിന് വരാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ആറാട്ടുപുഴ പൂരത്തിന് തെറ്റി ഇവിടെ ഒരു പൂരം ഉണ്ടാക്കിയത്. അപ്പൊ അന്നത്തെ ആചാരം തെറ്റിച്ചാണ്. ഇതിനകത്ത് അമ്പലത്തിനുള്ളിൽ പാണ്ടി കൊട്ടാൻ പാടില്ല എന്നുള്ള ആചാരം ഉണ്ടായിരുന്നു. അത് തെറ്റിച്ച് അതിൻ്റെ ഉള്ളിൽ പാണ്ടി കൊട്ടിച്ച ആളാണ് ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ അങ്ങനെയൊക്കെ പലതുണ്ട്. തൃശ്ശൂർ ഞങ്ങള് എല്ലാം കൊണ്ടും ഗംഭീരാക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുടമാറ്റം കാണാം. കുടമാറ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ കുട മാത്രമല്ല മാറുന്നത്. ഇപ്പൊ വലിയ എന്താണ് പറയാ രൂപങ്ങളൊക്കെ വെച്ചിട്ടേ. ഇപ്പൊ കുടയല്ല ശരിക്കും പറഞ്ഞാല് കുടയല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കും, ഗംഭീരായിരിക്കും. എന്തായാലും സില്ലേട്ടൻ പറയുന്നത് എന്തായാലും ഇത്തവണ